ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുക എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നെഞ്ചുളിപ്പണിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മളെ വീടിൻ്റെ മുൻഭാഗമായിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഹോം ഡോറൊന്നും കാണിച്ചിട്ടില്ല, പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, വാടക വീടല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ കാലത്തിന് നമ്മൾ ഒന്നല്ലേ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശ കാലത്തെ പുറത്ത് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഗ്യാസുമ്മേൽ ചട്ടിയൊക്കെ വെച്ച് പെട്ടെന്ന് ഗ്യാസൊക്കെ കഴിയും കേട്ടോ. ഞാൻ എൻ്റെ മോൾക്കാണെങ്കിൽ നീമോൾക്കാണെങ്കിൽ ദോശ ഇല്ലാതെ പറ്റില്ല, പിന്നെ ദിയമോൾക്കാണെങ്കിൽ ദോശക്കാരനെടുത്താൽ കണ്ടില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു 4-5 ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇതിൽക്ക് കറിയൊന്നും വേണ്ട, ദോശ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, അവൾക്ക് വേണ്ടിയിട്ട് മക്കൾസിന് ഇഷ്ടപ്പെട്ടാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കൊച്ചൂസിനാണെങ്കിൽ എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇഷ്ടം പൂരി, പിന്നെ വെള്ളപ്പം, അങ്ങനെയുള്ളതും നല്ല കടലക്കറി, ചിക്കൻ കറി അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി കുറച്ച് ചെറുപയർ എടുത്തിട്ട് കറിയൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആണ് ഗ്യാസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വിശപ്പ് കേട്ടോ. ഒരു 7 ആയപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ദോശ എടുത്തിട്ട് കയ്യിൽ മടക്കി പിടിച്ചിട്ട് കട്ടൻ ചായൻ്റെ ചൂടോടുക്കനെ കട്ടൻ ചായയും കുടിച്ചിട്ടു. പിന്നെ അടുത്ത പരിപാടിക്ക് പോകാമെന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അലക്കാനുണ്ട് കേട്ടോ, ഒരുപാട് തിരുമ്പാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തിരുമ്പാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനൊന്ന് തീ ഉടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീ ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ പോരും കേട്ടോ. അപ്പോൾ മുറ്റടിക്കലും അലക്കലും ഒക്കെ തീ ഉടിപ്പിച്ചിട്ടോ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്ലാസ്കിലേക്കൊന്നും വെള്ളം എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അത് തിളച്ച് വന്നിട്ടുണ്ടോ. അപ്പോൾ അലക്കാനിതാ ഈ ഒരു വലിയൊരു പുതപ്പായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരു തൊട്ടിപ്പാത്രത്തിൽ സോപ്പും പൊടി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചവിട്ടി കുത്തി ഉണ്ടാക്കിയിട്ട് പൊന്താൻ വയ്യാതെ താങ്ങി പിടിച്ചിട്ട് കൊടുന്ന് ചിക്കിയിട്ട് ഒരു സ്റ്റൂളുമ്മ ചിക്കിയാണ്. അപ്പോൾ ഇതൊക്കെ നലക്കി എടുത്തേക്കാണ് കേട്ടോ. വെള്ളം രാവിലെ 8 മണിക്ക് വരും, 9 മണിയാകുമ്പോഴത്തേക്കും കഴിയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ അലക്കലെല്ലാം കഴിഞ്ഞു ക്ഷീണിച്ചിട്ട് ഞാനിതാ അതിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ വന്നിട്ട് കേട്ടോ. അൽഹംദുലില്ലാ അതിൻ്റെ പച്ചക്കറി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോൾ കൂടുതൽ ചിലവഴിക്കുന്നത് ഞാൻ എൻ്റെ ഫോണിനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു ടൈം കാണിക്കാൻ ഈ ഒരു പച്ചക്കറി തോട്ടത്തിലാട്ടോ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ കുറച്ച് കയ്പ്പങ്ങുണ്ട്, പിന്നെ ചീര ഉണ്ട്, പച്ചമുളകുണ്ട്, അങ്ങനെ ചെറുതായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഓരോന്നും ഉണ്ടായി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം കേട്ടോ. ഒരു 1.5 മാസം കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു തോട്ടം വലിയൊരു പൂന്തോട്ടമാക്കി മാറ്റാൻ എനിക്ക് പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും അതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ സന്തോഷിക്കാൻ നോക്കുക കേട്ടോ. അല്ലാതെ എനിക്കൊന്നുമില്ല, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിരുന്നാലേ അവിടെ ഇരിക്കുക തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഇതൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ കൃഷികൾ, പൂന്തോട്ടങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്നതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവരെ അറിയിച്ചിട്ടല്ലാതെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തുടക്കം വന്നിട്ടാണ് കേട്ടോ. തുടക്കം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾസിൻ്റെ കലാവിരുത് കണ്ടിട്ടുണ്ടെങ്കിൽ നെട്ടും ഗേസ്. അപ്പോൾ നമ്മളിതാ മോളൂസ് എന്തൊക്കെയാണ് ചെയ്ത് കുട്ടിക്കുന്നത്. ആരാൻ്റെ വീടാണെങ്കിലും സ്വന്തമാണെന്ന പേരിൽ മുപ്പരിതാ ഓരോരോ വർക്ക് ചെയ്യാട്ടോ റൂമിലിരുന്നിട്ട്. അപ്പോൾ ഇതൊക്കെ അവളെ കലാവിരുതാണ് കേട്ടോ, നിയമോളെ. അങ്ങനെ അപ്പോൾ സ്വത്തൂസ് ഈ ഒരു ഇതും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ്. ദുഃഖം വരുമ്പോൾ ചെല്ലാനുള്ള ഒരു ദുഃഖമാണ്. അപ്പോൾ നമുക്ക് ആ റൂമിൽ കയറുമ്പോൾ എന്തായാലും അത് ചെറിയിട്ടിരിക്കാമല്ലോ. അങ്ങനെ എത്ര വൃത്തിയാക്കിയാലും ജനവാതിലും എല്ലായിടത്തും അവർ സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴത്തേന് ആ കൽക്കുലത്താക്കി വെച്ചിട്ടുണ്ടാവുകയെ. എങ്കിലും ഞാനതൊക്കെ എന്നും ജനവാതിലൊക്കെ തുടച്ച് അവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി വെക്കും കേട്ടോ. വൈകിട്ട് അവർ വന്നാലും ഇതേ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെറിയ മക്കൾസല്ലേ, നമ്മളും അതുപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അവരെ ചീത്ത പറയാനോ വഴക്ക് പറയാനൊന്നും പോവരുത്. ഞാൻ എപ്പോഴും ചീത്തൊക്കെ പറയും കേട്ടോ, ആവശ്യത്തിന്, അനാവശ്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നൂസിനെ ഞാനൊന്ന് കുളിപ്പിച്ചെടുത്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടപ്പനാക്കി എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ചിട്ട് അവനക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കൊടുത്തൊക്കെയാണ്. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് എന്നെ കൊത്താനൊക്കെ വരും കേട്ടോ. ഞാൻ പറഞ്ഞു, എടാ എന്നെ കൊത്തല്ലടാ, എനിക്ക് വേദനയാവും. അപ്പോൾ എന്നെ നോക്കണം നോട്ടം കണ്ടില്ലേ. അപ്പോൾ ഞാൻ അപ്പുറത്തൊരു കിളി കരഞ്ഞിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ചൂളിട്ടിട്ടാ.
അപ്പോൾ മൂപ്പര് അതിൻ്റെ കൂടെ മെല്ലെ നടിച്ച് ചൂടടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓ എൻ്റെ ഒരു വീര്യം അല്ലെങ്കിൽ കാണാൻ ഭയങ്കര പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഇവിടുത്തെ അതിലൂടെ പറക്കുന്ന എല്ലാ പക്ഷികളെയും വിളിച്ചെത്തിങ്ങാണ്ടാണ്. കൂട്ടിലാണെങ്കിലും പാവം മൂപ്പര് എല്ലാവരും പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആരുമില്ലാത്ത ടൈമിൽ കാണാം ചുറ്റിലും പോയി തത്തയും പിന്നെ കുറേ പറവകളും പക്ഷികളും മൈനി അതും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ. ഇവരാണ് അതിൻ്റെ കാരണക്കാരൻ കേട്ടോ. അപ്പോൾ ഇതാ ഇന്നെന്തോ എല്ലാ ദേഷ്യവും ഇങ്ങോട്ട് തീർക്കാന്നുള്ള മട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞേടാ ഞാൻ വെറുതെ വിടില്ല, ഞാനല്ലടാ എനിക്ക് ഫുഡൊക്കെ തരുന്നു എന്നിട്ട് എന്താടാ എന്നെ ഇങ്ങനെ കാണിക്കുന്നത് തന്നെ. അപ്പോൾ എന്നെ കണ്ടില്ലേ കൊത്താണ് കേട്ടോ. അപ്പം ഞാൻ തുടക്കാൻ വരുന്ന ടൈമിലും മുറ്റടിക്കാൻ വരുന്ന ടൈമിലും ഇവനായിട്ട് കുറച്ച് നേരം സൊള്ളായിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളിതാ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടായിരുന്നു. അടുക്കള ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു മടിയുള്ള കാര്യം കേട്ടോ. ഒന്നാമത് എന്താണെന്നറിയോ, ഇതൊന്ന് വൃത്തിയാക്കി കിട്ടാൻ കുറച്ച് പണിയെടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റൗവും പിന്നെ പാത്രം കഴുകണ സിങ്കല്ല കേട്ടോ, ചെറിയൊരു കൊട്ടത്തളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഗ്യാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് എന്ത് ചെയ്തു, ചെറുപയർ ചോറും വെച്ചു. ചെറുപയറായിട്ട് രാവിലെ വെച്ചാട്ടോ, അതൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയി. മത്തിക്കറി ഉണ്ടായിരുന്നു, മത്തി വറുത്തവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്നലെ നമുക്ക് വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചക്കര മത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ എല്ലാവരും ഒരു ഉച്ച ടൈമിലൊക്കെ പണിയുടെ ഇടയിൽ ഒരു ജ്യൂസൊക്കെ എടുത്ത് കുടിക്കണം കേട്ടോ. അത് ഫോണ് ഞാൻ അവിടെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നിന്നിട്ട് കുടിക്കുകയാണ്. നട്ടുച്ചയുടെ നേരമാണ് കേട്ടോ. എന്തോ ഒരു വെയിൽ പഠിച്ചവനെ പണിയെടുക്കുന്ന ഈ ഒരു വാർപ്പ് പണി മണ്ണ് പണി അങ്ങനെയൊക്കെ എടുക്കുന്ന കുറേ പണിക്കാർ കൂലിപ്പണി ചെയ്യുന്നവർ പഠിച്ചവനാര് തൊട്ട് കാക്കണം കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാവും വെയിലൊക്കെ കൊണ്ടിട്ട് പണിയെടുക്കുന്നല്ലേ. വീട്ടിലിരിക്കുന്ന നമുക്ക് എന്തൊരു സുഖമാണ്. ഞാനൊക്കെ എൻ്റെ ഉപ്പാനെ ഓർക്കൂട്ടോ, എൻ്റെ ആങ്ങളാരെ എൻ്റെ ഉപ്പാനൊക്കെ ഓർക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചോറൊക്കെ തിന്നാലോ. ചോറിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചോറിന് മുമ്പ് ഞാൻ പയറുപ്പേരും അപ്പുറത്ത് പോയിട്ട് താത്താൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് മീൻ കറി മേടിച്ചു. അപ്പോൾ മത്തന് ഉപ്പേരും പിന്നെ ചമ്മന്തി തിന്നിട്ടോ. അങ്ങനെ വയറ് നിറയെ ചോറൊക്കെ തിന്ന് അൽഹംദുലില്ലാ റാഹത്തായിട്ടിരിക്കുകയാണ്. ഇനി മക്കൾസ് വന്നിട്ടുള്ള കലാപരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു ദിവസം ഇന്നത്തെ റാഹത്തായിട്ട് അങ്ങനെ കഴിഞ്ഞ് പോകും കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ലോങ്ങാണ് കേട്ടോ. ഈ ലോങ് വീഡിയോ തന്നെ കാണാൻ ആരുമില്ല എന്നറിയാം. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാ സന്തോഷവും അറിയിക്കുകയാണ് കേട്ടോ. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ കൊച്ചു വീട്ടിലെ കൊച്ചു വിശേഷങ്ങളൊക്കെ. ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇല്ലേ നമുക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ ബൈ.